പ്രേംലല്ലേട്ടാ, പ്രേംലല്ലേട്ടൻ്റെ മോനോ മോളോ ഒരു പെൺകൊച്ചിനെ ഒരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നത് വെച്ചോ. അപ്പോൾ അവരെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മോൻ പറയണ എനിക്ക് അവളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. പ്രേംലല്ലേട്ടൻ എന്ത് ചെയ്യും? അതൊരു ഡിപ്ലോമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അത് സാഹചര്യം അനുസരിച്ചിരിക്കും തീരുമാനം. എന്നാൽ എന്തായിരിക്കും ആ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം? അതിപ്പോ എൻ്റെ മകനോ മകളോ കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രാപ്തി ആയിട്ടുണ്ട് എന്ന് വെക്കുക, സ്വന്തമായി ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട്. ഈ രണ്ടുപേരും തമ്മിലുള്ളത് പൂർണ്ണമായ ആത്മാർത്ഥമായ ഒരു ബന്ധമാണെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കുക എന്നതായിരിക്കും സാധാരണഗതിയിൽ ചെയ്യുക. ചെറുക്കന് ജീവിക്കാൻ ഉള്ള ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ അല്ലേ? ശരിയാണ്, എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ്. മകൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, അവന് ജീവിക്കാൻ, അവൻ ആ പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കും. ഇവിടെ സംഭവം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി. പ്രേംലല്ലേട്ടനെ കാണാൻ വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഇത്തരം വീഡിയോകളൊന്നും പ്രേംലല്ലേട്ടൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. ഒരു മകൻ്റെ ഒളിച്ചോട്ടം, പെണ്ണിനെ വിളിക്കാൻ പോയ ഒരു അമ്മയുടെ വീഡിയോ വൈറലായി. സംഭവം, മോൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. അപ്പോൾ പെൺകുട്ടിയെ പ്രേമിച്ചപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ ഇത് അറിഞ്ഞു. മോൻ എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് എങ്ങാണ്ട് പഠിക്കുന്ന ചെറുക്കനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാണ്, ഇത്രയേ ഉള്ളൂ. ജോലിയെക്കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ കാണുന്ന വീഡിയോയിൽ ഓട്ടോറിക്ഷയിൽ അമ്മയും മകനും ഇരിക്കുകയാണ്. എന്നിട്ട് ഈ അമ്മ വീഡിയോ എടുക്കുകയാണ്. എൻ്റെ മകൻ്റെ കാമുകി പിന്നെ അവളെ വീട് വിട്ട് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്, കൊട്ടാരക്കര ബസ് സ്റ്റോപ്പിൻ്റെയോ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ അവളെ വിളിക്കാനായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞത്. വീഡിയോ എടുക്കണ്ട, വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ അവിടെ ചെന്നിറങ്ങുന്നതിൻ്റെ വീഡിയോ, അതിനുശേഷം മകൻ നാണം കുടുങ്ങിയിരിക്കുന്നു അമ്മയുടെ തൊട്ടടുത്ത്. എന്നിട്ട് അമ്മ ഒരു സൈഡിൽ കൂടെ അവളെ അന്വേഷിച്ചിറങ്ങുന്നു, മകൻ വേറൊരു സൈഡിൽ കൂടെ അന്വേഷിച്ചിറങ്ങുന്നു. ഒടുവിൽ മരുമകളെ കണ്ടെത്തി. എന്നിട്ട് അമ്മ കൂട്ടിക്കൊണ്ട് ഓട്ടോയ്ക്കകത്തേക്ക് വരുന്നു, കയറിയിരിക്കുന്നു. പിന്നീട് അവിടെ നിന്നാണ് അടുത്ത വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നീട് വീണ്ടും കണ്ടിന്യൂ ആണിത്. ഞങ്ങൾ മരുമോളെ കണ്ടു, പിന്നീട് മരുമോളെയും മകനെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഈ ചടങ്ങുകളൊന്നും തീർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റേ പായസമൊക്കെ കൊടുത്ത്, രണ്ടുപേരുടെയും കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായസമൊക്കെ കൊടുത്ത് ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. ഈ ചടങ്ങെല്ലാം എടുത്തതിന് ശേഷം അങ്ങ് പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കാലഘട്ടമൊക്കെ എത്ര മാറി. ഒരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പിന്നെ അമ്മയും അച്ഛനും ഞാനതിൽ കണ്ടില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇറങ്ങി തിരിക്കുകയാണ് ഒരു മോൻ്റെ കാമുകിയെ വിളിച്ചുകൊണ്ട് വന്ന് അവൻ്റെ കൂടെ ജീവിപ്പിക്കാൻ. എത്ര മനോഹരമായ ആചാരങ്ങൾ! ഈ കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കണം, കുറേയൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ള ചിന്താഗതി. ഞാനൊക്കെ പക്ക ഓർത്തഡോക്സ് ചിന്താഗതി വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ന് അതേ അമ്മയെ ഞാൻ മറ്റൊരു വ്ളോഗിൽ കണ്ടു. അത് അവരുടെ സ്വന്തം വ്ളോഗാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ പേര് ശ്രദ്ധിക്കാൻ മറന്നുപോയി. അതിൽ അച്ഛനും കൂടെ ഉണ്ട്. അതിൽ പറയുന്നത്, അന്ന് നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടില്ല, അന്ന് മകൻ ഒളിച്ചോടിയപ്പോൾ കൂടെ പോയ അമ്മയെ നിങ്ങൾ വൈറലാക്കി, എന്തുകൊണ്ട് അച്ഛനെ നിങ്ങൾ വൈറലാക്കിയില്ല? അന്ന് ആ ഓട്ടോയിൽ അച്ഛനും ഉണ്ടായിരുന്നു, അച്ഛൻ ഓട്ടോ ഓടിക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ അച്ഛനെ കാണാത്തത്. അപ്പൊ ആ അമ്മ മകന് ഒരു പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് വരാൻ കൂട്ടുപോയെന്ന് പറയുന്ന ആ അമ്മ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അമ്മയുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, ദാണ്ട അച്ഛൻ. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഞങ്ങളുടെ മകന് ആ പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോ കുണ്ടറ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഈ വീഡിയോ എടുത്ത് അവരുടെ പേജിലിട്ടു. ഇവരുടെ ഫേസ്ബുക്ക് പേജിലിട്ട് റീച്ച് അടിക്കേണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. അതിനെ ആ യൂട്യൂബർ എടുത്ത് അവരുടെ വീഡിയോയിലിട്ടു. നിങ്ങൾക്ക് നാണം ഇല്ലേ? ഞങ്ങളുടെ മകന്റെ കല്യാണം ഞങ്ങളത് റീച്ച് കിട്ടാനായിട്ട് FBയിൽ ഇടാൻ വേണ്ടിയും യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിരുന്ന വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പിന്നെ ഈ ന്യൂസിലിടാൻ നിങ്ങൾക്ക് നാണം ഇല്ലേ? നിങ്ങൾക്ക് കണ്ടന്റ് വേണമെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കണം, അത് ഞങ്ങളെ വെച്ചിട്ടല്ല നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. അമ്മ മാത്രമല്ല വൈറലാകുന്നത്, അച്ഛനും വൈറലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഇത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ വൈറലാകാനാണോ ഇവർ ഇത്രയും? ഞാനിങ്ങനെ ആധുനികവും നമ്മുടെ പുരോഗമനവാദം മണ്ണാങ്കട്ടയാണ്. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നത് വീഡിയോ, കല്യാണ വീഡിയോ, താലികെട്ട് വീഡിയോ, ഫസ്റ്റ് നൈറ്റ് വീഡിയോ, മറ്റേതല്ല ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നൈറ്റിന് ഇങ്ങനെ കൊണ്ടുപോകുന്ന വീഡിയോ, ഗർഭിണിയായാൽ അതിൻ്റെ വീഡിയോ, പ്രസവ വീഡിയോ, എന്താ പറയുക, നൂലുകെട്ട് വീഡിയോ, ഗർഭിണിയായ 10 മാസം വീഡിയോ. അല്ല, ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകണ്ട. കല്യാണം കഴിഞ്ഞ എൻ്റെ മോളൂസ് രാവിലെ കുളിക്കാൻ പോകുന്നത് കണ്ടോ
എൻ്റെ മോളൂസ് രാവിലെ ചായ ഇങ്ങനെ കുറേ എന്താ പറയുക, അവരെയൊക്കെ വിശേഷിപ്പിക്കാൻ പേരൊന്നുമില്ല. ഇങ്ങനെ കുറേ അവതാരങ്ങൾ എന്നല്ല എൻ്റെ കറക്റ്റ് പ്രയോഗം, ഞാൻ അവതാരങ്ങൾ എന്ന് തന്നെ പറയും. അവതാരങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ അതേപോലെ ഇങ്ങനെ ഒരു കിളി പോയ ഒരു പെണ്ണിനെ കൂടെ കിട്ടിയാൽ അടിപൊളി. സത്യം. കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ എന്തും വിറ്റ് പോകുമല്ലോ. അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാൻ വേണ്ടി 17 വയസ്സ് കല്യാണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കല്യാണം നടന്നു. അല്ല, എന്തോ ആയിക്കോട്ടെ, കിട്ടാനായിട്ട് 17 വയസ്സ് കല്യാണം നടത്തുന്നു. റീൽസ് അല്ല റിയൽ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ കുഴപ്പം. ഇതൊക്കെ വീഡിയോയിൽ ഇരുന്ന് കണ്ട് അവർക്ക് സപ്പോർട്ടും ലവ് റിയാക്ഷനും ഒക്കെ ഇട്ട് കൊടുക്കുന്നവർ ഒരു കാര്യം ഓർത്തോണം, അവരുടെ ജീവിതം ഇതല്ല. യഥാർത്ഥ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ അതൊരിക്കലും റീൽസായിട്ട് വരില്ല. റീൽസിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും സ്നേഹസമ്പന്നമായ എന്താ പറയുക, സ്നേഹസംബന്ധമായ ഈവൻറ്റുകൾ, സംഗതികൾ, ഇതൊക്കെ മാത്രമേ റീൽസ് ആകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വൈറലാകാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വസ്ത്രധാരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ വല്ല രീതിയിൽ കൂടുന്നുണ്ട്. വൈറലാകുക എന്നുള്ളതാണല്ലോ. അല്ല, വൈറലാകാൻ വേണ്ടി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കിട്ടിയോന്നറിയാൻ വേണ്ടി സാരിയുടെ കുറച്ച് താഴ്ത്തി വെച്ചിട്ട് ബ്രസ്റ്റിന്റെ ഭാഗം കിട്ടിയോന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നിന്ന് കൊടുക്കുക. പിന്നെ ഈ നമ്മുടെ ഈ പുറകുവശത്ത് അതിന്റെ ഭാഗം കിട്ടിയോന്നറിയാൻ വേണ്ടി പിന്നെ അതിനെ ചന്തി എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് വല്ല വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ തിരിഞ്ഞു നിന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിടുന്ന അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് അല്ല, അതിൻ്റെ താഴെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ്: ആരാധകർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഉദ്ഘാടനത്തിനെത്തിയ നായിക കാണിച്ചത് കണ്ടോ? പക്ഷെ നായികയുടെ ബ്രസ്റ്റും ഇതും വെച്ചാണ് സൂര്യനെ മറയ്ക്കുന്നത്. അതായത് ഇത് ഈ സോഷ്യൽ മീഡിയ ഞാനൊക്കെ അതായത് ഒരു യുവാക്കളുടെ ഞാനിപ്പോൾ യുവാക്കളുടെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ 50 വയസ്സ് ചാക്കോച്ചനൊക്കെ യുവാക്കളാണ്. അപ്പൊ നമ്മൾ ശരി. ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ കോളേജ് അല്ലെങ്കിൽ PG ഒക്കെ പഠിച്ചിട്ടുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയത്. അന്ന് എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷേ ഈ പുതിയ തലമുറ ഈ പ്രത്യേകിച്ച് എന്താ പറയുക, വിയർക്കാതെ പണമുണ്ടാക്കാൻ പറ്റുന്ന മേഖല ഏതാണ്? 2 സാധ്യതകൾ. ഒന്നെങ്കിൽ MDMA കച്ചവടത്തിന് പോവുക, അല്ലെങ്കിൽ ഒരു ക്യാമറ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുക. MDMA കച്ചവടത്തെക്കാൾ ഭേദമാണ് ഇതെന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു പരിധിവരെ കണ്ണടച്ച് കൊടുത്തിരുന്നു. ഈ കുറേ ടിക്ടോക്ക് കലാകാരന്മാരൊക്കെ ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇപ്പോൾ കൈവിട്ടു പോയി. ഇപ്പോൾ എന്താ പറയുക, വേശ്യാവൃത്തിയുടെ മറ്റൊരു തലം എന്ന തലത്തിൽ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. അല്ല, പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ 4 മണിക്ക് എണീച്ച് ആഹാരമൊക്കെ, ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാം റെഡിയാണ്. ഇപ്പോൾ ഞാൻ രാവിലെ കഴിച്ചു, ഏട്ടന് ഓഫീസിൽ പോകണം, കുക്കുടുവിന് സ്കൂളിൽ പോകണം, കുക്കുടുവിനെ സ്കൂളിലാക്കാൻ ഞാൻ ഇന്ന് കുക്കുടുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ, ഇന്ന് ഏട്ടായിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഏട്ടായിയുടെ ലഞ്ച് ബോക്സ് കണ്ടാലോ, കുക്കുടു എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നോക്കിയാലോ, കുക്കുടു ഉണരുന്ന. എൻ്റെ അമ്മേ, ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഒളിച്ചോട്ടം, അത് അമ്മ, എനിക്ക് തോന്നുന്നു ഇത് ട്രെൻഡിങ് ആയിരിക്കും. അച്ഛനും അമ്മയും പോയി പിന്നെ വീഡിയോ എടുത്ത് റീച്ചാക്കാൻ വേണ്ടി മകൻ്റെ കല്യാണം നടത്തുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് തുടർച്ചയായിട്ട് വരും, ഇതിന് റീച്ച് കിട്ടിയതുകൊണ്ട്. അല്ല, ഇപ്പൊ കല്യാണം മാത്രമല്ലേ കാണുള്ളൂ, ഇനി എന്തൊക്കെ വരാൻ കിടക്കും. അതെ, ഗർഭം, നൂലുകെട്ട്, 10 മാസത്തെ ഗർഭം, എന്റെ വളകാപ്പ്. അല്ല, എന്റെ ഗർഭിണിയായിരിക്കുന്ന എന്റെ ഒരു ദിവസം കാണാം. പിന്നെ രാവിലെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ രാവിലെ കഴിച്ച ഭക്ഷണങ്ങൾ കാണാം. ഈ പിന്നെ എന്താ പറയുക, എല്ലാം എനിക്കറിയില്ല. ഇനി കക്കൂസി പോണത് മാത്രമേ ഇപ്പൊ ഇടാതെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇവര് പെട്ടെന്ന് വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഇവര് ചെയ്യുന്നത് എന്തെങ്കിലും ചോദ്യം ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹളായി. അതെ, പിന്നെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ആരതും എടുത്തിട്ടിട്ട് അവരെ ജീവിതം വെച്ച് അങ്ങോട്ട് അലക്കുന്ന കുറെ എണ്ണം. അത് കണ്ടവനെ വിട്ടിട്ടാണ് അവനൊക്കെ തിന്നുന്നതെന്നുള്ള വിഷയം മറന്നുപോകും. എന്നിട്ട് അത് വെച്ചിട്ട് അങ്ങ് അലക്ക, അങ്ങനെ കുറെ വ്ളോഗേഴ്സ് എല്ലാം കൂടെ ആകുമ്പോൾ തലക്ക്. എന്തായാലും നിങ്ങൾ കണ്ട് സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. കാണുമോ കണ്ടുകൊണ്ടേയിരിക്കും.